കൂത്താട്ടുകുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയത്തിനിടെ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. UDF പക്ഷത്തേക്ക് പോയ ശേഷം കാണാതായി CPM കൗൺസിലറെ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് കണ്ടെത്തി. നമുക്കിന്ന് അവിടെ നടന്ന ആ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ അതാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് വിവരങ്ങൾ തേടാം. കൂത്താട്ടുകുളം നഗരസഭയിലാണ് കാര്യങ്ങൾ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അത് UDF പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങളാണ്. അവരുടെ കൗൺസിലറെ കാണാനില്ല എന്നുള്ളൊരു പരാതിയാണ് UDF ഉന്നയിച്ചത്. പിന്നീട് ആ കൗൺസിലറെ കണ്ടെത്തിയത് CPMന്റെ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നാണ്. അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്ന സമയത്താണ് ഈ നാടകീയമായ നീക്കങ്ങൾ ഉണ്ടായത്. അത് കഴിഞ്ഞ് സംഘർഷാവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയത്. കൗൺസിലറിനെ CPM ഓഫീസിൽ നിന്നാണ് പിന്നീട് കണ്ടെത്തിയത്. UDF തട്ടിക്കൊണ്ടുപോയി എന്ന് പരാതിപ്പെടുന്ന കലാരാജു CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് ഉണ്ടായിരുന്നത്. ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് കലാരാജുവുമായി CPM ഏരിയ സെക്രട്ടറി രതീഷ് അടക്കമുള്ളവർ ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുകയാണ്. കലാരാജു ഈ പരാതിയിൽ എന്ത് മറയുന്നു എന്നതാണ് ഇനി നിർണായകമായിട്ടുള്ളത്. തന്നെ തട്ടിക്കൊണ്ടുപോയതല്ല എന്ന് കലാരാജു പറഞ്ഞാൽ ഈ കേസ് ഇവിടെ അവസാനിക്കും. പക്ഷേ ആ നാടകീയമായ രംഗങ്ങളെല്ലാം തന്നെ നമ്മുടെ മുന്നിൽ എല്ലാവരും കണ്ടതാണ്. അതായത് നഗരസഭയിൽ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കെത്തിയ CPM അംഗത്തെ CPM നേതാക്കൾ തന്നെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്നതാണ് പ്രധാനപ്പെട്ട പരാതിയായി ഉയർന്നു വന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം 13 അംഗ കൗൺസിലാണ് കൂത്താട്ടുകുളം നഗരസഭയ്ക്കുള്ളത്. ആ 13 അംഗ കൗൺസിലിൽ 13 അംഗങ്ങളാണ് LDFനുള്ളത്, 11 അംഗങ്ങൾ UDFനുണ്ട്. എത്രയും പെട്ടെന്ന് എത്തേണ്ടതുണ്ട്. ബിനിൽ നടന്നോളൂ. എന്തായാലും വളരെ പാടുപെടുകയാണ്. ഇപ്പോൾ എന്തായാലും ആ കലാരാജുവിനെയാണ് കാണാനില്ല എന്നുള്ളൊരു പരാതി ഉയർന്നത്. കണ്ടെത്തിയിട്ടുണ്ട് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന്. ഇപ്പോൾ കലാരാജുവുമായി നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നഗരസഭയിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. 13 അംഗ നഗരസഭയാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ബിനിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിനിൽ വളരെ പ്രയാസപ്പെട്ട് ഓടി അതിനുള്ളിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. നമ്മളിപ്പോൾ പ്രേക്ഷകർ 2 സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ, ഒന്ന് ഇത് കലാരാജുവിനെയാണ് കാണാനില്ല എന്നുള്ള പരാതി UDF ഉയർത്തിയത്. ഈ അവിശ്വാസ പ്രമേയത്തിൽ ചർച്ച നടന്നുകൊണ്ടിരുന്ന ആ ഘട്ടത്തിലാണ് കലാരാജുവിനെ കാണാതായത്. കൂത്താട്ടുകുളം നഗരസഭയിലാണ് ഇന്ന് നാടകീയമായ രംഗങ്ങളൊക്കെ അരങ്ങേറിയത്. കാണാതായ കൗൺസിലറിനെ പിന്നീട് CPM ഓഫീസിൽ നിന്ന് തന്നെ കണ്ടെത്തുകയും ചെയ്തു. കൂത്താട്ടുകുളം നഗരസഭയിൽ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനിരിക്കെയാണ് CPM കൗൺസിലറെ കടത്തിക്കൊണ്ടുപോയ സംഭവം. അത് CPM തന്നെയാണ് കടത്തിക്കൊണ്ടുപോയത്. പിന്നീട് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആ കൗൺസിലറെ കണ്ടെത്തുന്നു. ഇപ്പോൾ നേതാക്കൾ അവിടെ നിന്ന് ആ കൗൺസിലറെ മാറ്റുന്നു. എങ്ങോട്ടേക്കാണ് മാറ്റിയതെന്ന് അറിയില്ല. ഇനി ഈ കൗൺസിലർ സ്വീകരിക്കുന്ന നിലപാട് അത് വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് 13 അംഗ ഭരണസമിതിയാണ്. ബിനിൽ, നിലവിലെ സാഹചര്യം എന്താണ്? കൗൺസിലർ എന്തെങ്കിലും പറഞ്ഞോ? കലാരാജു മാധ്യമങ്ങളോടൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. രാജുവുമായി CPM നേതാക്കൾ പുറത്തേക്ക് പോവുകയും ചെയ്തു. കലാരാജു ഇത്രയധികം സമയവും CPM കൂത്താട്ടുകുളം ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് ഉണ്ടായിരുന്നത്. അവരുടെ മക്കളുമായി അവർ സംസാരിച്ചിരുന്നു. കലാരാജു എന്ത് പറയുന്നു എന്നത് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനം. കാരണം തന്നെ തട്ടിക്കൊണ്ടുപോയോ ഇല്ലയോ എന്ന കാര്യം പറയേണ്ടത് കലാരാജു തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നുള്ളതാണ്. അവിടെ കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഒപ്പം കലാരാജുവിൻ്റെ മക്കളും ഇവിടെയുണ്ട്. കലാരാജുവിൻ്റെ മകൾ നേരത്തെ പോലീസിൽ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ DGPക്കും ഒക്കെ തന്നെ പരാതി നൽകുകയും ചെയ്തു.